നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 18. ശ്രീശുകനും ജനക മഹാരാജാവും തമ്മിൽ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീശുകൻ ജനകനോട് ചോദിക്കുന്നു, ഹൃദയത്തിൽ യഥാർത്ഥമായ വൈരാഗ്യമുണ്ടായാൽ ഓരോ ആശ്രമത്തിലും ജീവിച്ചിട്ട് വേണോ സന്യസിക്കാൻ? നേരെ സന്യാസത്തിലേക്ക് പോയിക്കൂടെ എന്ന് പിന്നെയും സംശയം ചോദിക്കുന്നു. ശുകൻ്റെ സംശയം മാറുന്നതേയില്ല. വാനപ്രസ്ഥത്തിലും സന്യാസത്തിലുമൊക്കെ നേരെ പോയാൽ എന്താണ്? ഗൃഹസ്ഥാശ്രമം ഇത്ര അത്യാവശ്യമാണോ എന്നുള്ള സംശയം മാറുന്നതേ ഇല്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ജനകൻ പറയുന്നു, ഇന്ദ്രിയങ്ങൾ വളരെ ശക്തിയുള്ളവയാണ്. അവയെ വരുതിക്ക് നിർത്തുക വളരെ പ്രയാസവുമാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള വികാരങ്ങളും ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കും. സന്യാസി ആയതിനു ശേഷം വികാരമുണർന്നാൽ എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാൻ പറ്റുക? വാസനകൾ അടങ്ങുകയേ ഇല്ലല്ലോ. അതുകൊണ്ട് അവയെ അടക്കി നിർത്താൻ വേണ്ടി ക്രമമനുസരിച്ച് ഓരോ ആശ്രമധർമ്മത്തെയും സ്വീകരിക്കുകയും പിന്നെ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. സന്യാസി ആയതിന് ശേഷം ഭ്രഷ്ടനായാൽ പിന്നെ അവന് വേറെ ഒരു മാർഗവും ഇല്ല മോക്ഷം പ്രാപിക്കാൻ. എറുമ്പ് മരച്ചുവട്ടിൽ നിന്നും കൊമ്പിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചു കയറി സുഖമായി പഴത്തിന്മേലെത്തുന്നു. ഇതുപോലെ തന്നെ വേണം മനുഷ്യനും ഏറ്റവും പരമമായ ആശ്രമത്തിലേക്ക് എത്താൻ. വീണ്ടും ജനകൻ എന്താണ് പറയുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്ലോകം 30. മനസ്തു പ്രബലം കാമം അജേയം അകൃതാത്മഭിഃ അത ക്രമേണ ജേതവ്യം ആശ്രമാനുക്രമേണ ച. ബുദ്ധിക്ക് വേണ്ടത്ര പാകം വരാത്തവർക്ക് കരുത്തുറ്റ മനസ്സിനെ കീഴടക്കാൻ വളരെ പ്രയാസമാണ്. അതിനാൽ ക്രമേണ ഓരോ ആശ്രമവും കടന്ന് അതിൻ്റെ സ്വാധീനമാക്കണം. ശ്ലോകം 31. ഗൃഹസ്ഥാശ്രമ സംസ്ഥോപി ശാന്ത സുമതിരാത്മവാൻ നജ ഹൃഷ്യേന്ന ച തപോൽ ലാഭാലാഭേ സമോ ഭവേത്. ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവനാണെങ്കിലും ഒരാൾ ആത്മജ്ഞാനിയും ശാന്തനും ഉദാരമതിയുമായിക്കൂടുന്നില്ല. അയാൾ സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യില്ല. ലാഭനഷ്ടങ്ങളിൽ സമഭാവം ഉണ്ടായിരിക്കുകയും ചെയ്യും. ശ്ലോകം 32. വിഹിതം കർമ്മ കുർവാണ സ്ഥയം ചിന്താന്വിതം ചയത് ആത്മലാഭേന സന്തുഷ്ടോ ഉച്യതേ നാത്ര സംശയഃ. വിഷയചിന്ത വെടിഞ്ഞ് വിഹിതമായ കർമ്മം ചെയ്തുകൊണ്ട് ആത്മലാഭത്താൽ സന്തുഷ്ടനായിരിക്കുന്നവൻ മുക്തനാവുമെന്നതിൽ സംശയമില്ല. ശ്ലോകം 33. പശ്യാഹം രാജ്യസംസ്ഥോപി ജീവൻ മുക്തോ യഥാ നഖ വിചരാമി യഥാ കാമം നമേ കിഞ്ചിത് പ്രജായതേ. പാപമറ്റവനെ നോക്കൂ, ഈ ഞാൻ രാജ്യം ഭരിക്കുന്നവനാണെങ്കിലും ജീവൻ മുക്തനാണ്. ഇഷ്ടത്തിനൊത്ത് സഞ്ചരിക്കുന്നു. ഒന്നിനോടും എനിക്കൊരു ബന്ധവും ഉണ്ടാകുന്നുമില്ല. ശ്ലോകം 34. ഭുഞ്ജാനോ വിവിധാൻ ഭോഗാൻ കുർവൻ കാരുണ്യനേകശഃ
ഭവിഷ്യാമി യഥാഹം ത്വം തഥാ മുക്തോ ഭവാനഘ. വിവിധ ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അനേകം കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിച്ച് അങ്ങേക്ക് മുക്തനായിത്തീരാം. ശ്ലോകം 35. കഥ്യതേ ഖലു യദൃശ്യം അവശ്യം വിദ്യതേ കുതഃ ദൃശ്യാനി പഞ്ചഭൂതാനി ഗുണാസ്തേഷാം തഥാ പുനഃ. അദൃശ്യം, അതായത് അവശ്യമായതിനെ ദൃശ്യമായ വസ്തു എങ്ങനെ ബന്ധിപ്പിക്കും? ദൃശ്യമായ ഈ അനാത്മ വസ്തുക്കൾക്കൊന്നും അദൃശ്യവും നിത്യവുമായ ആത്മവസ്തുവിനോട് ബന്ധമില്ലെന്ന് അർത്ഥം. ദൃശ്യങ്ങളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളുമാണ്. ശ്ലോകം 36. ആത്മാഗമ്യോനുമാനേന പ്രത്യക്ഷോ ന കഥാചനഃ സ കഥം വിദ്യതേ ബ്രഹ്മൻ നിർവികാരോ നിരഞ്ജനഃ. അനുമാനം കൊണ്ട് ആത്മാവിനെ ഊഹിക്കാനേ കഴിയൂ. ഒരിക്കലും അത് പ്രത്യക്ഷമല്ല. ഇന്ദ്രിയങ്ങൾക്ക് അത് വിഷയമല്ലെന്നർത്ഥം. ഹേ ബ്രാഹ്മണ, നിർവികാരനും നിരഞ്ജനുമായ ആത്മാവ് എങ്ങനെ ബദ്ധനാവും? ലോകാ സമസ്താ സുഖിനോ ഭവന്തു.